രക്ഷയുടെ കോൺസെപ്റ്റുകൾ ഈ ലോക ചരിത്രത്തിൽ, ഈ ലോകത്തിൽ വളരെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് പ്രദാനം ചെയ്യുക. യേശു രക്ഷകനാണ് എന്ന് ഞാൻ പറയുമ്പോൾ എന്തുകൊണ്ട് യേശു രക്ഷകനാണ്? അടിസ്ഥാനപരമായിട്ട് പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചത് കൊണ്ടാണ് യേശു രക്ഷകനായി മാറിയത്. യേശുവിൻ്റെ രക്ഷ എന്ന് പറയുന്നത് വളരെ ചിതറിയ ചിന്തകളിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കുരിശുമരണം, പെസഹ ഭക്ഷണം, ഗത്സമനിയിലെ പ്രാർത്ഥന, അങ്ങനെ വളരെ ചിതറിയ ചിന്തകളിലൂടെ നമുക്ക് ഈ രക്ഷകനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു സംഭവം പറയുന്നു. യേശു ഒരു വീട്ടിലായിരിക്കുമ്പോൾ അവിടെ ആളുകൾ രോഗവിമുക്തിക്ക് വേണ്ടി തടിച്ചു കൂടുകയാണ്. ആ കൂട്ടത്തിൽ ഒരു തളർവാദ രോഗി. ആ തളർവാദ രോഗിയെ ആളുകൾ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ടാണ് വരിക. അവർക്ക് മനസ്സിലായി ഈ വീട്ടിലേക്ക് കടന്നു പ്രവേശിച്ച് യേശുവിൻ്റെ മുൻപിൽ ഇയാളെ നിർത്തിയിട്ട് ഒരു രോഗി ശുശ്രൂഷ സാധിക്കയില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചിട്ട് അവർ ഈ തളർവാദ രോഗിയെ ഇറക്കുകയാണ്, യേശുവിൻ്റെ മുന്നിലേക്ക് ഇറക്കുകയാണ്. അവിടെ യേശുനാഥൻ പറയുന്നത്, നിൻ്റെ രോഗം ഞാൻ സൗഖ്യപ്പെടുത്തി, നീ എഴുന്നേറ്റ് പോക്കോ എന്നല്ല, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആ തളർവാദ രോഗിയെയും കൊണ്ട് വന്നവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, പക്ഷേ തളർവാദ രോഗിക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്ന് പറയുന്നില്ല. നിൻ്റെ പാപങ്ങൾ ഞാൻ മോചിച്ചിരിക്കുന്നു. യേശു അങ്ങനെയാണ്, പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്ന യേശുവിനെയാണ്. ഇവിടെ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ആ ഒരു കർമ്മത്തിനാണ് സാൽവേഷൻ എന്ന് പറയുക. ആ ഒരു മോചനത്തിലൂടെ മാത്രമേ അടിസ്ഥാനപരമായിട്ട് ഈ ലോകത്തിന് രക്ഷ നൽകാൻ പറ്റുകയുള്ളൂ. അവിടെ കൂടിയ മതപണ്ഡിതന്മാർ പറഞ്ഞു, ഇവന് ദൈവദൂഷണം പറയുന്നു, ദൈവത്തിന് മാത്രമേ ഈ കർത്തവ്യം ചെയ്യാൻ പറ്റുകയുള്ളൂ, ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് പറയുക. അല്ല, എനിക്കും അധികാരമുണ്ട്, എൻ്റെ പിതാവിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പാപങ്ങളെ ക്ഷമിക്കാൻ എനിക്കും സാധിക്കും എന്ന് യേശു പറയുകയാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ രക്ഷിക്കണമോ? പാപത്തിൽ നിന്ന് വിടുതൽ തന്നവന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. യേശുനാഥൻ എന്തുമാത്രം നമ്മളെ സ്നേഹിച്ചോ അത്രമാത്രം സഹിച്ച വ്യക്തിയാണ്. എത്രമാത്രം സഹിച്ചോ അത്രമാത്രം സ്നേഹിച്ച വ്യക്തിയാണ്. ഈ സഹനം ഈക്വൽ ടു സ്നേഹം, സ്നേഹം ഈക്വൽ ടു സഹനം എന്നുള്ള ഒരു പുതിയ ഫോർമുല ഈ ലോകത്തിന് സംഭാവന ചെയ്തത് യേശുവാണ്. പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ പൗലോസ്ലീഹ ആരൊക്കെയാണെന്ന് വിചാരിച്ച് നടന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഞാൻ വലിയവനാണ്, ഞാൻ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനാണ് പൗലോസ്ലീഹ പറയും. എൻ്റെ ഗുരു വലിയ പണ്ഡിതനാണ് എന്ന് പൗലോസ്ലീഹ അഹംഭവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിനെയെല്ലാം മാറ്റിമറിച്ചിട്ട് പൗലോസ്ലീഹ തന്നെ പറയും, ഞാൻ ഒന്നുമല്ല എന്ന് പറയുന്ന യേശുവിൻ്റെ മുൻപിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് താഴേക്ക് താഴുന്ന ഒരു പൗലോസ്ലീഹായെ ആണ് പൗലോസ്ലീഹയുടെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സൺ എന്ന് നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ഓയുണ്ട്. സൺ
ആ ഓ എന്ന് പറയുന്നത് നമ്മൾ സീറോ ആക്കപ്പെടുന്ന അനുഭവത്തിൽ മാത്രമേ ഈ സണ്ണാകാൻ പറ്റുള്ളൂ. വേറൊരു വാക്കാണ് സിൻ, SIN. അതിൻ്റെ നടുക്കത്തെ അക്ഷരം ഐ. ഞാൻ ഭാവം. ഞാൻ ഭാവം, അതാണ് പാപമെന്ന് പറയുന്നത്, അതാണ് ഈഗോ എന്ന് പറയുന്നത്. അത് നശിച്ചു കഴിയുമ്പോൾ ആ ഐ ഇല്ലായ്മപ്പെടുമ്പോൾ, അവിടെ സീറോയിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ദൈവമക്കളാക്കപ്പെടും, രക്ഷയുടെ മക്കൾ. അതാണ് രക്ഷകൻ എന്നുള്ള അർത്ഥം നമ്മൾ ഈ ദിവസങ്ങളിലൂടെ മനസ്സിലാക്കും.